നമസ്കാരം. എങ്ങനെയെങ്കിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നോക്കി ഒടുവിൽ സ്വന്തം കുഴി തോണ്ടുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പുതിയ ഒരു ഇരട്ടത്താപ്പ് നാടകം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് താൻ സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും കത്തയച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വന്ന് വലിയ വീരവാദം മുഴക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകളോ ജാഗ്രതയോ ഇല്ലാത്തതുകൊണ്ടാണ് താൻ നേരിട്ട് കത്തയച്ചതെന്നാണ് പിണറായിയുടെ വാദം. വിഷയം പുറത്തുവന്ന ജൂൺ 30 മുതൽ പിണറായി വിജയനും കൂട്ടരും നിയമസഭയ്ക്കകത്തും പുറത്തും വൻതോതിൽ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ നാടകങ്ങൾക്ക് നിയമസഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDF സർക്കാരും കൊടുക്കാൻ പോകുന്ന മറുപടി കേട്ടാൽ പിണറായി വിജയൻ തല താഴ്ത്തിയിരിക്കേണ്ടി വരും. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പിണറായി വിജയൻ പറയുന്ന കള്ളങ്ങൾ അത്രമാത്രം തരം താഴ്ന്നതാണ്. പിണറായി വിജയൻ നാടുനീളെ നടന്ന് വിഴിഞ്ഞം തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നേ എന്ന് നിലവിളിക്കുമ്പോൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ വസ്തുതയെന്ന് നമ്മൾ തിരിച്ചറിയണം. വിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരിയോ ഉടമസ്ഥാവകാശമോ അല്ല. പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ ആസ്തികളുടെയും 100% ഉടമസ്ഥാവകാശം കേരള സർക്കാരിന് തന്നെയാണ് തുടർന്നും ഉണ്ടായിരിക്കുക. അദാനി ഗ്രൂപ്പ് ഇവിടെ വെറുമൊരു നടത്തിപ്പുകാരൻ മാത്രമാണ്. ഒരു തുറമുഖം നടത്തിപ്പിനുള്ള അവകാശമുള്ള കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് വിൽക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി കൈമാറ്റം നടത്തിയാലും 51% ഓഹരികളോടെ അദാനി ഗ്രൂപ്പ് തന്നെയായിരിക്കും തുറമുഖത്തിന്റെ പ്രധാന നിയന്ത്രണാധികാരിയായി തുടരുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഈ 49% ഓഹരികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപകമ്പനിയായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന് വിൽക്കാനാണ് അദാനി പോർട്സ് കരാറിൽ ഏർപ്പെടുന്നത്. ഏകദേശം 13,220 കോടി രൂപയുടെ ഈ വൻകിട ഇടപാടിലൂടെ വിഴിഞ്ഞത്തേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾ ആകർഷിക്കാനും പോർട്ടിനെ ആഗോള ഹബ്ബാക്കി മാറ്റാനുമാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ ഓഹരി കൈമാറ്റത്തിൽ സ്വിറ്റ്സർലൻഡ് കമ്പനിയായ MSCക്ക് പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കിനും പരോക്ഷമായ ഓഹരി പങ്കാളിത്തമുണ്ട്. അദാനിയുടെ തുറമുഖ നടത്തിപ്പ് വൈദഗ്ധ്യവും MSCയുടെ ആഗോള ഷിപ്പിംഗ് ശൃംഖലയും ഒരുമിപ്പിച്ച് പ്രയോജനപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തെ കൂടുതൽ വികസിപ്പിക്കാനാണ് ഈ ഒരു പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം. MSC ഇവിടെ വെറുമൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ മാത്രമായിരിക്കും, തുറമുഖത്തിന്റെ ഉടമയാകില്ല. കേരള സർക്കാരുമായി നേരത്തെ അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാറിൽ ഉടമസ്ഥാവകാശം മാറുന്നതിനും ഒറ്റയ്ക്കോ കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിനും സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന് ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി ഒരു PPP മോഡൽ ആയതിനാലും തന്ത്രപ്രധാനമായ ഈ തുറമുഖ ഇടപാടിൽ അമേരിക്കൻ, സിംഗപ്പൂർ കമ്പനികളുടെ സാന്നിധ്യമുള്ളതുകൊണ്ടും കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെയും കസ്റ്റംസിന്റെയും ക്ലിയറൻസും അനിവാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച അപേക്ഷ ഇപ്പോൾ കേരള നിയമവകുപ്പിന്റെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നതാധികാര സമിതിയുടെയും കർശനമായ പരിശോധനയിലാണ്. നിയമപരമായി ഈ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് ഒന്നും അറിയാത്തതുപോലെ പിണറായി വിജയൻ വന്ന് ദുരൂഹത തള്ളുന്നത്. നമുക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ ഈ നാക്ക് ആർക്കാണ് പിണറായി വിജയൻ പണയം വെച്ചിരുന്നത്? ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നരേന്ദ്രമോദിക്കെതിരായോ അദാനിക്കെതിരായോ ഒരു വാക്കുപോലും മിണ്ടാൻ ഈ പിണറായി വിജയന് ധൈര്യം ഉണ്ടായിരുന്നില്ല. മിണ്ടിയാൽ മകൾ വീണ വിജയനെ പിടിച്ച് കേന്ദ്ര ഏജൻസികൾ അകത്തിടുമെന്ന് പേടിച്ചായിരിക്കാം അന്ന് കേന്ദ്രത്തിന് മുന്നിൽ നട്ടെല്ല് പണയം വെച്ച് ഒളിഞ്ഞിരുന്ന ആളാണിപ്പോൾ ഭരണം പോയപ്പോൾ സകല ശക്തിയും വീണ്ടെടുത്ത് വന്നിരിക്കുന്നത്. അദാനി വിഴിഞ്ഞം പോർട്ട് വൈകിയതിന് ഇദ്ദേഹം എപ്പോഴെങ്കിലും പെനാൽറ്റി ചോദിച്ചിട്ടുണ്ടോ? അദാനി വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള റിംഗ് റോഡും റെയിൽവേ ലൈനും കോടികൾ മുടക്കി സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം ചിലവിൽ പദ്ധതി അപ്രൂവ് ചെയ്തു കൊടുത്തത് ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ? അന്ന് അദാനിക്ക് സകല വഴിവിട്ട സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇന്ന് വലിയ ജനസ്നേഹം നടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ചുരുക്കത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ ഒരു അന്താരാഷ്ട്ര ഹബ്ബാക്കി മാറ്റാൻ ആഗോള ഷിപ്പിംഗ് ശൃംഖലയായ MSCയുമായി ചേർന്ന് നടത്തുന്ന ഈ വലിയ വികസന നീക്കങ്ങളെ അനാവശ്യ വിവാദമാക്കാനാണ് പിണറായി വിജയനും LDFും ശ്രമിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾ എന്നേ തിരിച്ചറിഞ്ഞതാണ്. സംസ്ഥാനത്തിന്റെ പരമാധികാരവും ഉടമസ്ഥാവകാശവും ചട്ടങ്ങളും കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതിയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ദീർഘവീക്ഷണത്തോടെ നീങ്ങുകയാണ് വി.ഡി. സതീശൻ സർക്കാർ.